അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, നാം സൂറത്ത് ഖുറൈശാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറയുടെ പശ്ചാത്തലം മനസ്സിലാക്കി അതേപോലെ ഈ സൂറ പാരായണം ചെയ്ത് നാം പരിശീലിച്ചു. ഇനി നമുക്ക് സൂറയിലേക്ക് പ്രവേശിക്കാം. സൂറത്ത് ഖുറൈശ് ഉള്ളടക്കം എന്താണെന്ന് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഖുറൈശികളെ അള്ളാഹു അവന്റെ ദീനിലേക്ക്, അവനുള്ള ഇബാദത്തിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവരെ അള്ളാഹുവിലേക്ക് പ്രേരിപ്പിക്കുന്നു എന്നതാണ് ഈ സൂറയുടെ ഉള്ളടക്കം. നമുക്ക് അർത്ഥം പറഞ്ഞു പഠിക്കാം. ലി ഈലാഫി ഖുറൈശ്, ഇതാണ് ഒന്നാമത്തെ ആയത്ത്. ലി നേരത്തെ നമ്മൾ പരിചയപ്പെട്ടൊരു വാക്കാണ്. ക ന എന്നൊക്കെ ആയിരുന്നു അർത്ഥം പഠിച്ചത്. അൽഹംദു ലില്ലാഹി, അവിടെ ലീ പഠിച്ചിരുന്നു. പിന്നീട് ഒരുപാട് സന്ദർഭങ്ങളിൽ ലീ ആവർത്തിച്ചു വന്നു. എന്നാൽ ഒരു സൂറയുടെ തുടക്കത്തിൽ ആദ്യ പദം തന്നെ ലി ആയി മാറിയത് ഈ സൂറ മാത്രമായിരിക്കും. ലി ക്ക് ന എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. വേറൊരു ആശയം നമുക്ക് പിന്നീട് പറയാം. ഈലാഫ്, ഇണക്കം. ഈലാഫ്, ഇണക്കം. അല്ലഫ യുഅല്ലിഫു, ഇണക്കി എന്നാണല്ലോ. അൽഫ്, ഈലാഫ് എന്നൊക്കെ പറഞ്ഞാല് ഇണക്കം എന്നാണ് വാക്കിന്റെ അർത്ഥം. ഒരുപക്ഷെ ഒരു പദം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മുഅല്ലഫത്തുൽ ഖുലൂബ്, സക്കാത്തിന്റെ അവകാശികളിൽ ഒരാള്, മനസ്സുകൊണ്ട് ഇസ്ലാമിലേക്ക് ഇണക്കപ്പെട്ടവൻ എന്നാണ് മുഅല്ലഫത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇണക്കപ്പെട്ടവൻ. അപ്പൊ ഈലാഫ് ഇണക്കം എന്നാണ്. ലി ഈലാഫ്, ഇണക്കിയതിന്. ഖുറൈശ്, ഖുറൈശ് ഗോത്രത്തെ ഇണക്കിയതിന്, ഖുറൈശികളെ ഇണക്കിയതിന് എന്നാണ് നേർക്കുനേരെ വാക്കർത്ഥം. ലി ഈലാഫി ഖുറൈശിൻ, ഖുറൈശികളെ ഇണക്കിയതിന് എന്നാണ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു അർദ്ധോക്തിയിൽ ആ വചനം നിൽക്കുന്നു? തീർച്ചയായിട്ടും അവിടെ അവസാനിക്കുന്നില്ല അതിന്റെ ആശയം. അടുത്ത ആയത്തിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ ഒന്നുകൂടി വ്യക്തത ലഭിക്കും. ഈലാഫി ഖുറൈശ്, എന്നിട്ട് അത് വീണ്ടും എടുത്തു പറയാണ്. ഈലാഫിഹിം, രണ്ടാമത്തെ ആയത്ത്. ഈലാഫ് ഇണക്കം, ഹിം അവരുടെ ഇണക്കം. ഈലാഫിഹിം അവരുടെ ഇണക്കം. എന്തിനോടുള്ള ഇണക്കം? രഹ്ല, യാത്രയോടുള്ള ഇണക്കം. രഹ്ല, യാത്ര. യാത്ര എന്നതിന് സാധാരണ നമുക്ക് ഓർമ്മ വരുന്നൊരു വാക്കുണ്ട്, സഫർ എന്നാണോ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സഫർ, യാത്ര. മുസാഫിർ, യാത്രക്കാരൻ എന്ന് പറയും. എന്നാൽ രഹ്ല എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ, വിശേഷിച്ചും കച്ചവട ഉദ്ദേശമൊക്കെ മുൻനിർത്തിയുള്ള യാത്രകൾക്കാണ് രഹ്ല എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. രഹ്ല, യാത്ര. ഈലാഫിഹിം അവരുടെ ഇണക്കം. രഹ്ല, യാത്രയോടുള്ള ഇണക്കം. അശിത, ശൈത്യകാലത്തെ യാത്രയോടുള്ള ഇണക്കം. ശിത, ശൈത്യം. ഏതാണ്ട് മലയാള വാക്കുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പദമാണ് ശിത, ശൈത്യം. അതിന്റെ എതിർവാക്കാണ് അടുത്തത് സ്വൈഫ്, ഉഷ്ണം. ശിത, ശൈത്യം. സ്വൈഫ്, ഉഷ്ണം. അപ്പൊ അതിൽ അലിഫ്ലാം ചേർത്തിട്ടുണ്ട്. അശിത, അസ്വൈഫ് എന്ന് വരുമ്പോ അശിത ശൈത്യകാലം, അസ്വൈഫ് ഉഷ്ണകാലം എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ആ വാക്കുകൾക്ക് അർത്ഥം പറയാം. രഹ്ലത ശിത വസ്വൈഫ്, ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്ര. ഈലാഫിഹിം രഹ്ലത ശിത വസ്വൈഫ്, ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയോടുള്ള അവരുടെ ഇണക്കം. ഒന്ന് പറഞ്ഞു പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കാം. ഈലാഫി ഖുറൈശ്, ഖുറൈശികളെ ഇണക്കിയതിന്. ഈലാഫിഹിം അവരുടെ ഇണക്കം. രഹ്ലത ശിതാഇ വസ്വൈഫ്, ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയോടുള്ള അവരുടെ ഇണക്കം, അഥവാ യാത്രയോട് അവരെ ഇണക്കിയതിന്, ഇണക്കിയതിനാൽ എന്നും പറയാം. അപ്പോഴും ആശയം പൂർണ്ണമാകുന്നില്ല. വീണ്ടും തുടരാൻ.
അടുത്ത ആയത്തിൽ ഒന്നുകൂടി നമുക്ക് അതിന്റെ തുടർച്ച ലഭിക്കും. അതുകൊണ്ട് അവരെന്ത് ചെയ്യണം? മൂന്നാമത്തെ ആയത്ത്, ഫ അതിനാൽ, ലിയഅ്ബുദു അവർ ഇബാദത്ത് ചെയ്യട്ടെ, റബ്ബ് നാഥന്, ഹാദൽ ബൈത്ത് ഈ ഭവനത്തിന്റെ നാഥന് അവർ ഇബാദത്ത് ചെയ്യട്ടെ എന്നാണ് അടുത്ത ആയത്ത്. അവിടെ എത്തുമ്പോൾ ഒന്നുകൂടി നമുക്ക് വ്യക്തത ലഭിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ അനുഗ്രഹം മുൻനിർത്തി അള്ളാഹുവിന് അവർ വഴിപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ സൂറയിൽ. നമുക്കൊന്നുകൂടി വിശദീകരിക്കാം. ലി ഈലാഫി ഖുറൈശ് ഖുറൈശികളെ ഇണക്കിയതിന്, ഖുറൈശികളെ ഇണക്കിയതിനാൽ, ഇങ്ങനെ രണ്ട് അർത്ഥത്തിൽ പറയാം. ഇനി ഇതിന് മൂന്നാമതൊരു വ്യാഖ്യാനം കൂടെ ഉണ്ട്. ലി ഈലാഫി ഖുറൈശ്, ഈ ലാമിന് പ്രാമാണിക തഫ്സീറുകളിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരു വിശേഷണമാണ് ഇത്. ലാമു തഅജ്ജുബ് ആണ് എന്നത്. ലാമു തഅജ്ജുബ് എന്ന് പറഞ്ഞാൽ അത്ഭുതത്തെ കുറിക്കുന്ന ലാമ്, അത്ഭുതം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് അല്പം കൂടി വ്യത്യാസപ്പെടുത്തി അർത്ഥം പറയാം. ലി ഈലാഫി ഖുറൈശ്, ഖുറൈശികളുടെ ഇണക്കം എത്ര അത്ഭുതാവഹം, ഖുറൈശികളുടെ ഇണക്കം എത്ര അത്ഭുതാവഹം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഖുറൈശികളുടെ ഇണക്കം തന്നെ ഒരു അത്ഭുതകരമായ പ്രതിഭാസമാണ്. എന്താ കാരണം? പൊതുവെ അറബികളുടെ പ്രകൃതം അറിയാമല്ലോ, പരസ്പരം തമ്മിലടിച്ച് കൊള്ളയും കൊലയും ഒക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു സമൂഹമായിരുന്നു അവര്. അതാണ് അജ്ഞാന യുഗം, ജാഹിലിയ കാലം, അൽ അസ്റുൽ ജാഹിലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലത്തിന്റെ പ്രത്യേകത അതാണ്. ജാഹിലിയത്ത്, വിവരക്കേടുകൾ തന്നെയായിരുന്നു അവർ പരസ്പരം പങ്കുവച്ചിരുന്നത്. ഇങ്ങനെ ഒരു കവിതയുണ്ട്, അലാ ലാ യജ്ഹലൻ അഹദുൻ അലൈന വനജ്ഹലു ഫൗഖ ജഹ്ലിൽ ജാഹിലീന. അലാ ലാ യജ്ഹൽ അഹദുൻ അലൈന, അറിയുക ആരും ഞങ്ങളോട് വിവരക്കേട് കാണിക്കാൻ വരരുത്. അങ്ങനെ വല്ലവരും വന്നാൽ ഫനജ്ഹലു ഫൗഖ ജഹ്ലിൽ ജാഹിലീന, സകല ജാഹിലുകളെക്കാളും സകല വിവരദോഷികളെക്കാളും ഞങ്ങൾ വിവരക്കേട് കാണിക്കും. ഇങ്ങനെ വിവരക്കേട് നിമിത്തം പരസ്പരം മത്സരിക്കാൻ ശ്രമിച്ചിരുന്ന ആളുകളായിരുന്നു അവർ എന്നാണ്. സ്വസ്ഥമായി ഒരു അന്തി പോലും ഉറങ്ങാൻ കഴിയാത്ത വിധം എപ്പോഴും ഒരു ശത്രുവിന്റെ ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുന്ന അങ്ങേയറ്റത്തെ ഭയപ്പാടുള്ള ഒരു അവസ്ഥയിലായിരുന്നു അവര്. അതാണ്. എന്നാൽ ഈ സാഹചര്യത്തിലും ഖുറൈശികൾ വളരെ ഇണക്കമുള്ളവരായിരുന്നു. അവരുടെ ഇണക്കം അത്ഭുതാവഹം തന്നെ. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചല്ലോ, ആരായിരുന്നു ഖുറൈശികളുടെ കുലപതി? ഖുസയ്യ് അല്ലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനായ ഖുസയ്യ്. ആ ഖുസയ്യിനെ മുജമ്മിഉ ഖുറൈശ്, ഖുറൈശികളുടെ സംഘാടകൻ എന്ന് വിശേഷിപ്പിച്ചു. കാരണം പലയിടങ്ങളിലായി ചിതറിക്കിടന്ന, ശക്തി ക്ഷയിച്ചു പോയ, എല്ലാ അർത്ഥത്തിലും ശോഷിച്ചുപോയ ആ സമൂഹത്തെ, ആ ഗോത്രത്തെ വീണ്ടും ശക്തിപ്പെടുത്തിയത് ഖുസയ്യ് എന്ന പിതാമഹനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത് മുഖേന അവർ ഐക്യപ്പെട്ടു. പിന്നീട് അവരുടെ മക്കൾ, ഖുസയ്യിന്റെ മക്കൾ എല്ലാവരും ഐക്യപ്പെട്ടുകൊണ്ട് ഒന്നിച്ചു മുന്നോട്ട് പോകുന്ന ചിത്രം നാം കാണുന്നുണ്ട്. തുടർന്ന് വന്നിട്ടുള്ള അബ്ദുമനാഫ്, അദ്ദേഹത്തിന്റെ മക്കൾ, ഹാഷിമിന്റെ മക്കൾ എല്ലാവരും പരസ്പരം ഐക്യത്തോടെ അവരുടെ ഗോത്രത്തിന്റെ മഹിമയും നന്മയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ഭൗതികമായ വിജയം ആർജിച്ചെടുക്കാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ആ മേഖലയിൽ നല്ല ജനസമ്മതിയും സ്വാധീനവും ആദരവും നേടിയെടുക്കാൻ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. അതിനാൽ ലി ഈലാഫി ഖുറൈശ്, ഖുറൈശികളുടെ ഇണക്കം അത്ഭുതാവഹം തന്നെ. ഇത് പറയുമ്പോൾ ഇതിൽ അള്ളാഹുവിന്റെ പങ്ക് എന്താണ് എന്നൊരു പക്ഷെ നമുക്ക് തോന്നാം. യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ, ഇങ്ങനെയൊരു മാനസികാവസ്ഥയിലേക്ക് ഖുറൈശികൾ എത്തിച്ചേർന്നതിന്റെ പിന്നില് അള്ളാഹുവിന്റെ പ്രേരണയാണ്, അള്ളാഹുവിന്റെ മനസ്സിൽ ഇട്ടുകൊടുത്ത പരസ്പര സ്നേഹവും ഐക്യവുമാണ് എന്നുകൂടി മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഐക്യത്തെക്കുറിച്ച് പലയിടത്തും പരാമർശിക്കുന്നുണ്ട്. അതിൽ ഒരു സന്ദർഭം സൂറത്തുൽ അംഫാൽ 63-ാമത്തെ ആയത്താണ്. വഅല്ലഫ ബൈന ഖുലൂബിഹിം, അവർക്കിടയിൽ അവൻ ഐക്യവും അനുരഞ്ജനവും ഉണ്ടാക്കി. ലൗ അൻഫഖത മാ ഫിൽ അർദി ജമീഅ, എന്നിട്ട് റസൂലുള്ളാഹിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, താങ്കൾ ഭൂമിയിലുള്ളത് മുഴുവനും ചെലവഴിച്ചാലും
ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമീഅ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ താങ്കൾക്ക് ഇണക്കമുണ്ടാക്കാൻ കഴിയില്ല. വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും ഇന്നഹു അസീസുൻ ഹക്കീം, നിശ്ചയം അള്ളാഹുവാണ് അവർക്കിടയിൽ ഐക്യമുണ്ടാക്കിയത്, ഇണക്കമുണ്ടാക്കിയത്. അള്ളാഹു അജയ്യനാണ്, യുക്തിജ്ഞനാണ് എന്ന് സൂറത്തുൽ അംഫാൽ 63-ാമത്തെ ആയത്ത്. അതേപോലെ സൂറത്തു ആലി ഇമ്രാൻ 103-ാമത്തെ ആയത്തില് അള്ളാഹു നൽകിയ, അറബികൾക്ക് നൽകിയ, വിശേഷിച്ചും മദീന നിവാസികൾക്ക് നൽകിയ സവിശേഷമായ അനുഗ്രഹമായിട്ട് എടുത്തു പറഞ്ഞില്ലേ, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന. നിങ്ങൾ ഓർക്കൂ, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്ത്, അനുഗ്രഹം എന്താണ്? നിങ്ങൾ തമ്മിലടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ നിങ്ങളുടെ മനസ്സുകളെ പരസ്പരം കോർത്തിണക്കി എന്ന് പറയുന്നു. അപ്പൊ അതാണ് ഇവിടെ ഒരു ഇണക്കം. ലിഈലാഫി ഖുറൈശ്, അങ്ങനെ ഖുറൈശികളെ ഇണക്കിയത് എത്ര അത്ഭുതാവഹം. തുടർന്ന് പറയുന്നത് ഈലാഫിഹിം, അവരുടെ ഇണക്കം, റിഹ്ലത ശിതാഇ വസ്സൈഫ്, ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയോടുള്ള അവരുടെ ഇണക്കം എന്നാണ് രണ്ടാമത് പറയുന്നത്. മരുഭൂമിയാണ്, യാത്ര വളരെ ദുർഘടമാണ്, ഒട്ടകപ്പുറത്തും മറ്റുമായി സഞ്ചരിക്കണം, അത് തന്നെ കാലാവസ്ഥ ഏറെ പ്രതികൂലമാണ്. ഈ സാഹചര്യത്തിലും ഖുറൈശികൾക്ക് യാത്ര ചെയ്യാനുള്ള സാഹചര്യം അല്ലാഹു തആല ഒരുക്കി കൊടുത്തു എന്നാണ് ഇവിടെ ഉണർത്തുന്നത്. അതിൽ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് കാലാവസ്ഥയെ അല്ലാഹു ഇണക്കി കൊടുത്തതാണ്. മക്കയിൽ ചൂട് കാലമാണെങ്കിൽ അവർ തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്തിരുന്നു, കച്ചവട യാത്ര. സിറിയ, ഫലസ്തീൻ പോലുള്ള ശൈത്യ മേഖലകളിലേക്കാണ് അവർ യാത്ര ചെയ്തിരുന്നത്. അപ്പൊ മക്കയിൽ കൊടും ചൂടാണ്. അപ്പൊ ചൂടുള്ള കാലാവസ്ഥയിൽ നിന്ന് തണുപ്പുള്ള മേഖലയിലേക്ക് യാത്ര ചെയ്യും തോറും മിത ശീതോഷ്ണാവസ്ഥയിൽ അവർക്ക് സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെ അവരുടെ യാത്രയെ അള്ളാഹു ഇണക്കി. ഇനി മക്കയിൽ തണുപ്പാണെങ്കിലോ, അപ്പൊ അവർ ചൂടുള്ള മേഖലയിലേക്ക്, ഉത്തര ദിക്കിലേക്ക്, അറേബ്യയുടെ ഉത്തര ദിക്കിലേക്ക്, യമൻ പോലുള്ള നാടുകളിലേക്ക് അവർ യാത്ര ചെയ്തിരുന്നു. അപ്പൊ മക്കയിൽ തണുപ്പാകുമ്പോൾ ചൂടുള്ള മേഖലയിലേക്ക് യാത്ര ചെയ്യും. അപ്പോൾ ചൂടും തണുപ്പും സമ്മിശ്രമായ ഒരു നല്ല കാലാവസ്ഥയിൽ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റും. മാത്രമല്ല, അവർ അങ്ങനെ യാത്ര ചെയ്ത് എത്തിച്ചേരുന്ന ഇടത്ത്, മക്കയിൽ ചൂടുകാലത്ത് അവർ യാത്ര പുറപ്പെടുന്നു. എങ്ങോട്ട്? തണുപ്പ് മേഖലയായ സിറിയ, ഫലസ്തീൻ പോലുള്ള മേഖലകളിലേക്ക് യാത്ര ചെയ്യാൻ. അങ്ങനെ യാത്ര ചെയ്ത് അവിടെ എത്തിച്ചേരുമ്പോൾ അവിടെ കച്ചവട സീസൺ കൂടിയായിരിക്കും. അതാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാലാവസ്ഥയെ പോലും ഇണക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. റിഹ്ലത ശിതാഇ വസ്സൈഫ്, ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയോടുള്ള അവരുടെ ഇണക്കം അത്ഭുതാവഹം തന്നെ. ഇങ്ങനെ കാലാവസ്ഥയെയും പ്രകൃതിയെയും അവരുടെ സാമൂഹ്യ ഘടനയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പരം കോർത്തിണക്കി. അതുകൊണ്ട് ഈ മഹത്തായ അനുഗ്രഹം മുൻനിർത്തി അവരോട് അള്ളാഹു ആവശ്യപ്പെടാണ്, ഫൽയഅ്ബുദൂ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുവിൻ. അതിനാൽ അവർ ഇബാദത്ത് ചെയ്യട്ടെ, റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിന്റെ നാഥന് എന്ന് പറഞ്ഞ് വിഷയത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ഈ സൂറ പ്രവേശിക്കുകയാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കുക, ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനുള്ള അവസരങ്ങൾ കണ്ടെത്തുക എന്നത് ഒരു മുഅ്മിനിന്റെ എപ്പോഴത്തെയും മാനസികാവസ്ഥയായിരിക്കണം. നേരത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ച സൂറയുണ്ടല്ലോ, സൂറത്തുൽ കൗസർ. അവിടെ അള്ളാഹു അനുഗ്രഹത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. അളവറ്റ അനുഗ്രഹങ്ങൾ താങ്കൾക്ക് നാം നൽകിയില്ലേ, അതുകൊണ്ട് താങ്കൾ താങ്കളുടെ റബ്ബിന് നമസ്കരിക്കൂ, ബലിയർപ്പിക്കൂ എന്ന് ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഇവിടെ ഖുറൈശികളെ മുൻനിർത്തി അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അനുസ്മരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ് ഈ സൂറയിലൂടെ ചെയ്യുന്നത്. ഇൻഷാ അള്ളാഹ് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഉൾക്കൊള്ളാം. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.